ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഓക്കെ, എൻ്റെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൂത്തി പ്രിപ്പറേഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇത് ഈ സ്മൂത്തിയിലേക്ക് കടക്കാനുള്ള ബിഹൈൻഡ് റീസൺ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം നല്ലോണം വണ്ണം വെച്ചിരിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് ഒന്നൊന്നിന് മെച്ചമെന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കുറേ നാളെ ഈ തീരുമാനം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു, അല്ലാതെ പ്രാക്ടിക്കൽ ആക്കുന്നില്ല. അപ്പോൾ ഫൈനലി ഞങ്ങളൊരു 1 വീക്കായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഡയറ്റ് പ്ലാനിലേക്ക് എത്താനുള്ള റീസൺ എന്ന് പറയുന്നത് ചേച്ചിയാണ്. ചേച്ചി കുറേ നാളെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല റിസൾട്ട് ഉണ്ട് ആൾക്ക്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഈ ഒരു ഡയറ്റ് പ്ലാൻ ഞങ്ങൾ ചെയ്താലോ എന്ന്. സ്മൂത്തി പ്ലാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താലോ. അപ്പം നമുക്ക് നോക്കിയാലോ എങ്ങനെ സ്മൂത്തി ഉണ്ടാക്കാമെന്ന്. അപ്പം ലെറ്റ് us see how to make smoothie. 3 പേർക്കുള്ള അളവിലാണ് ഞാൻ സ്മൂത്തി ഉണ്ടാക്കുന്നത്. അളവ് ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. 6 ടേബിൾ സ്പൂൺ ഓട്സ്, അതൊരു മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യണം. അതിനുശേഷം അരിപ്പയിലോട്ട് മാറ്റണം. ചിയാ സീഡ് 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുണ്ട്, ഒരു 1 അവർ. ഇനി വേണ്ടത് നട്ട്സ് ആണ്. 8 ഡേറ്റ്സ്, 6 വാൾനട്ട്, 15 ബദാം. റോബസ്റ്റ് പഴമാണ് വേണ്ടത്. ബട്ട് ആസ് ഓഫ് നൗ നമ്മുടെ കയ്യിൽ നേന്ത്രപ്പഴമേ ഉള്ളൂ. അപ്പോൾ ചെറിയ പീസ് ഓഫ് നേന്ത്രപ്പഴം എടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് മിൽക്കും. ഇനി മിക്സി ജാർ എടുക്കുക. ഇനി ഓട്സ് ഇട്ട് കൊടുക്കുക. പാലൊഴിക്കുക. പാലൊഴിച്ചതിന് ശേഷം ബാക്കിയുള്ള നമ്മുടെ നട്ട്സ്, ഡേറ്റ്സ്, പഴം ഇതെല്ലാം ഇട്ട് കൊടുക്കുക. ഡേറ്റ്സിന് കുരു മാറ്റാൻ മറക്കല്ലേ. ഇനി മിക്സ് ചെയ്ത് നമുക്ക് സ്മൂത്തി റെഡിയാക്കാം. ഓക്കെ, നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇനി സ്മൂത്തി റെഡി ആയതിനു ശേഷം 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്ന വീഡിയോ ഞാൻ സ്കിപ്പ് ചെയ്ത് പോയി. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അതിനുശേഷമാണ് ഞാൻ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ് ഇടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.